ട്രംപിന്റെ ഉറ്റ സുഹൃത്ത് നെതന്യാഹുവിന് വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ് ആക്സിയോസിനോട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ട്രംപ് പറഞ്ഞ ഒറ്റ ചങ്കായിരുന്നു, ചങ്കുമായിരുന്നു എന്നുള്ളതാണ്. ബീബി എന്തിനാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത്? അതിൽ എനിക്ക് അങ്ങേയറ്റം ദേഷ്യം വന്നു. ഞാനത് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. അയാൾക്ക് വിവേകത്തോടെ തീരുമാനമെടുക്കാനുള്ള കഴിവില്ലെന്ന് ഞാൻ തുറന്നു പറഞ്ഞു എന്ന് ട്രംപ് വെളിപ്പെടുത്തി. ഇസ്രായേലിന്റെ നടപടിയെല്ലാം കുഴപ്പത്തിലാക്കിയെന്നും കരാറിൽ ഒപ്പിടുന്നത് കുറച്ച് മണിക്കൂർ കൂടെ വൈകാൻ ഇത് കാരണമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതാണിപ്പോൾ നെതന്യാഹുവിനെ കുറിച്ച് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. സത്യത്തിലുണ്ടല്ലോ, നെതന്യാഹുവും ടീമും കൂടെ ഈ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഐഡിയ കൊണ്ട് ചെന്നപ്പോൾ ട്രംപിന് മനസ്സിലായില്ലായിരുന്നോ ഇയാൾക്ക് വിവേകത്തോടു കൂടെ സംസാരിക്കാൻ പറ്റില്ല, വിവേകത്തോടു കൂടെ ഇയാൾക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റില്ല എന്നുള്ളത്. അന്ന് ട്രംപിന് മനസ്സിലായില്ല. പക്ഷെ സാധനം പോയി ഹോർമൂസിൽ കുടുങ്ങിയപ്പോഴാണ് ട്രംപിന് മനസ്സിലായത് ഇയാൾക്ക് വിവേകമില്ല എന്നുള്ളത്. അതുമാത്രമല്ല, മിഡ് ടേം ഇലക്ഷൻ വരുന്നതിന് മുന്നേ അമേരിക്കയിൽ വിലക്കയറ്റം കൂടിക്കൊണ്ടിരിക്കുന്ന സമയം കൂടെ ആയപ്പോൾ എന്ത് ചെയ്തു? ഈ പറയുന്ന മിഡ് ടേം ഇലക്ഷനിൽ ട്രംപ് തോൽക്കുന്ന അവസ്ഥയിലേക്കും കൂടെ കാര്യങ്ങൾ വന്നപ്പോൾ എങ്ങനെയെങ്കിലും ഒരു കരാറിലേക്ക് ഇറാനിൽ എത്തണം. ഇതിന് വേണ്ടിയിട്ടുള്ള പണികളാണ് പിന്നീട് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്താ സംഭവിക്കുന്നത്? ഈ കരാറിനെ ഏതു വിധിനെ തുരങ്കം വെക്കുക, എങ്ങനെയെങ്കിലും ഇതിനെ ഇല്ലാണ്ടാക്കുക എന്നുള്ള തീരുമാനമായിട്ട് ആരിറങ്ങി? നെതന്യാഹു ഇറങ്ങി. എന്നിട്ട് കരാർ ഒപ്പിടുന്നതിൻ്റെ മണിക്കൂർ മുന്നേ വരെ ലെബനോനിൽ പോയിട്ട് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക. ആര്? നെതന്യാഹു. എന്നിട്ട് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇയാൾക്ക് വിവേകമില്ല, വിവേകത്തോടെ തീരുമാനമെടുക്കാനുള്ള കഴിവില്ല എന്നുള്ളത്. ഇപ്പം അതിനുശേഷം ഇപ്പം നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഞാനും ട്രംപും കാര്യങ്ങളെ കാണുന്നത് രണ്ട് കണ്ണിലൂടെയാണ്, ഒരേ കണ്ണിലൂടെ അല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണ് ഉള്ളത് എന്നുള്ളതും കൂടെ ഈ പറയുന്ന നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടെ കാണിക്കുന്നത് എന്താണെന്നറിയോ? അമേരിക്ക ഇറാനുമായിട്ടൊരു കരാറിലേക്ക് എത്തിയാൽ കൂടെ എല്ലാ ഫ്രണ്ടിലുള്ള വാറിനെ അവസാനിപ്പിക്കുക എന്ന് പറയുന്ന ഇറാന്റെ ആ ഒരു ആവശ്യമുണ്ടല്ലോ, അത് നടപ്പിലാക്കാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ നമ്മൾ കാണാൻ മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. കാരണം ഒരു കാരണവശാലും ഈ പറയുന്ന ലെബനോനിൽ നിന്നും ഈ മറ്റേ ഇസ്രായേൽ സൈന്യത്തിന്റെ ഒരു കാരണവശാലും നെതന്യാഹു ടീമും എന്ത് ചെയ്യില്ല, അവരെ തിരിച്ചു വിളിക്കത്തില്ല എന്നുള്ള കാര്യത്തിലും ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഇറാൻ എംബസി ആക്ച്വലി ഇവരുടെ മുന്നേ ഒരു വർഷങ്ങൾക്ക് മുന്നേ ആക്ച്വലി ഈ പറയുന്ന ഇസ്രായേൽ അവർക്ക് നേരെ നടത്തുന്ന ഒരു ആക്രമണത്തിൻ്റെ ഒരു വീഡിയോയും കൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇറാൻ്റെ ഹിസ്റ്ററിയും അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു കമ്പാരിസൺ വീഡിയോ ആണ് അവർ ആക്ച്വലി അതുവഴി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് യഥാർത്ഥത്തിൽ ഈ ഇറാൻ എംബസി ഇൻ കെനിയ ഇസ്രായേലിനെ നെതന്യാഹുവിനെ വിളിക്കുന്നത് സാത്താന്യാഹു എന്നാണ് വിളിക്കുന്നത്, നെതന്യാഹു എന്നല്ല വിളിക്കുന്നത്. സാത്താന്യാഹു എന്ന് പറയുന്ന വേർഡാണ് അവർ പറയുന്നത്. എക്സാക്ട്ലി 1 year ago the same സാത്താന്യാഹു who called himself the friend of Iranian people, അതായത് ഇറാനിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ഇറാനിലെ ഒരു റെജീം ചേഞ്ചിന് വേണ്ടിയിട്ടും ഇറാനിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഈ യുദ്ധം ഞങ്ങൾ നടത്തുന്നത് എന്നുള്ളത് ഒരു സമയത്ത് നെതന്യാഹു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ട്രോളിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോയും അതേപോലെ തന്നെ ഇവരുടെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു വാട്ടർ ടാങ്കിന് അല്ലെങ്കിൽ ആ ഒരു ഏരിയക്ക് നേരെ ഈ പറയുന്ന ഇസ്രായേലിൽ ആക്രമണം നടത്തേണ്ട ഒരു വീഡിയോയും കൂടെ പുറത്തുവിട്ടത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. ഓ എൻ്റെ പൊന്നെ, കാറുകൾ തെറിക്കുന്ന കാണാം ആ എക്സ്പ്ലോഷൻ നടക്കുന്ന സമയത്ത്. അതായത് ഇവർ ആക്രമണം നടത്തുന്നത് ഒരു വർഷങ്ങൾക്ക് മുന്നേ ആക്രമണം നടത്തുന്നത് ട്രാഫിക് ബ്ലോക്കിൽ കുറേ കാറുകൾ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഇടക്കോട്ട് പോയിട്ടാണ് ഇവർ ഈ ബോംബിടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇറാൻ എംബസി കെനിയ ഈ നെതന്യാഹുവിനെ സാത്താന്യാഹു എന്ന് പറഞ്ഞിട്ടുള്ള പേര് വിളിക്കുന്നത്. ഇനി ഈ വാറിൽ യഥാർത്ഥത്തിൽ ക്രോണോളജിയിൽ ഡേറ്റ് വൈസ് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. ഫെബ്രുവരി 28 US-ഉം ഇസ്രായേലും ഇറാനെ ആക്രമിച്ചു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടു. മാർച്ച് 1 ഗൾഫ് രാജ്യങ്ങളിലെ US കേന്ദ്രങ്ങളിലേക്ക് ഇറാന്റെ തിരിച്ചടി. മാർച്ച് 2 കുവൈത്ത് അബദ്ധത്തിൽ 3 അമേരിക്കൻ ജെറ്റുകൾ വെടിവെച്ചിട്ടു. മാർച്ച് 4 സംഭവിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് US നാവികസേന ഇറാന്റെ നാവികസേനയുടെ ധന എന്ന് പറയുന്ന യുദ്ധക്കപ്പലിനെ ആക്രമിച്ചു. നമുക്കറിയാം ഇന്ത്യയിൽ വന്ന് സൈനികാഭ്യാസം നടത്തി തിരിച്ചു പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അറ്റാക്ക് നടക്കുന്നത്. പിന്നെയുള്ളത് മാർച്ച് 9 ആയത്തുള്ള മുസ്തഫ ഖമനേയി ഇറാന്റെ പുതിയ പരമോന്നത നേതാവായിട്ട് അവരോധിക്കപ്പെട്ടു. മാർച്ച് 17 ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി കൊല്ലപ്പെട്ടു. ഈ അലി ലാരിജാനി ആയിരുന്നു യഥാർത്ഥത്തിൽ അമേരിക്ക ആയിട്ടുള്ള ടോക്കിനൊക്കെ മുൻകൈ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ വന്നത്
മാർച്ച് 18 ഇറാന്റെ ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബ് വധിക്കപ്പെട്ടു. മാർച്ച് 21 കടലിൽ കുടുങ്ങിക്കിടക്കുന്ന ഇറാനിയൻ എണ്ണയ്ക്കെതിരെയുള്ള ഉപരോധം US നീക്കി. പിന്നെ അടുത്ത് പറയുന്നത് മാർച്ച് 23 പാക് പ്രധാനമന്ത്രി ഇറാൻ പ്രസിഡന്റുമായിട്ട് സംസാരിക്കുന്നു. മാർച്ച് 31 ചൈനയും പാകിസ്ഥാനും സമാധാന പദ്ധതി മുന്നോട്ട് വെച്ചു. ഏപ്രിൽ 8 രണ്ടാമത്തെ വെടിനിർത്തൽ നിലവിൽ വന്നു. ഏപ്രിൽ 11 ഇസ്ലാമാബാദിൽ വെച്ച് ഇറാൻ US പ്രതിനിധി സംഘങ്ങൾ തമ്മിൽ നേരിട്ട് ചർച്ച നടത്തി. ആ ചർച്ച പിന്നീട് അലസിപ്പോയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഏപ്രിൽ 13 ഇറാൻ തുറമുഖങ്ങൾക്ക് മേൽ US നാവിക ഉപരോധം ഏർപ്പെടുത്തി. എന്നാൽ ഇത് തുറക്കാൻ വേണ്ടിയിട്ട് ഏപ്രിൽ 17 ഇറാൻ ഹോർമുസ് തുറന്നു. പക്ഷേ ഏപ്രിൽ 18 ആയപ്പോൾ എന്ത് ചെയ്തു? ഈ US അതിനെ സ്വാഗതം ചെയ്തു എങ്കിലും ഈ പറയുന്ന ഹോർമൂസിൽ ഇറാനിയൻ തുറമുഖങ്ങൾക്ക് നേരെ ഏർപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ഉപരോധം പിൻവലിക്കാൻ US തയ്യാറായില്ല. അപ്പം എന്ത് ചെയ്തു? ഇറാൻ വീണ്ടും അത് അടച്ചു. ഏപ്രിൽ 22 ഇറാനുമായുള്ള വെടിനിർത്തൽ ട്രംപ് അനിശ്ചിത കാലത്തേക്ക് നീക്കി. അതായത് നമുക്കറിയാം പല മാധ്യമങ്ങളും ഈ കൗണ്ട് ഡൗൺ വരെ വെച്ച് ഇപ്പം അറ്റാക്ക് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ ആ പരിപാടി ഉണ്ട്. അത് നടന്നത് ഏപ്രിൽ 22 ഇനി മെയ് 4 ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിയ കപ്പലുകളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റ് ഫ്രീഡം നടപ്പിലാക്കി. മൊത്തത്തിൽ വള്ളത്തിൽ മുങ്ങിപ്പോയി ആ ഒരു പരിപാടി. കാരണം എന്ത് ചെയ്തു? സൗദി അറേബ്യ ബേസുകൾ കൊടുത്തില്ല. ഇനി മെയ് 6 ഇറാനെതിരെയുള്ള സൈനിക നടപടി നിർത്തിവെക്കുന്നതായിട്ട് ട്രംപ് പ്രഖ്യാപിച്ചു. കാരണം ഇത് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ട്രംപ് കുടുങ്ങാന്നല്ലാതെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് മനസ്സിലായി. ഇനി അടുത്തതായിട്ട് ഈ മെയ് 26 ആയപ്പോഴേക്കും വീണ്ടും US ഇറാനിൽ ആക്രമണം നടത്തി. ജൂൺ 3 കുവൈത്ത് വിമാനത്താവളങ്ങളിൽ വീണ്ടും ഇറാന്റെ ആക്രമണം ഉണ്ടായി. അതിന്റെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ജൂൺ 8 ഇസ്രായേലും ഇറാനും തമ്മിൽ വീണ്ടും ആക്രമണം ഉണ്ടായി. അതായത് ഇറാൻ നേരിട്ട് ഇസ്രായേലിന്റെ മേലെ കനത്ത ആക്രമണമാണ് അതിൽ നടത്തിയിട്ടുള്ളത്. ഇനി ജൂൺ 10 ജൂൺ 24 ഇന്ത്യൻ നാവികരുമായി പോയ ചരക്ക് കപ്പലിന് നേരെ US ആക്രമണം നടത്തി. ആ കാര്യത്തിൽ ഇതുവരെ നമ്മുടെ പ്രധാനമന്ത്രി മിണ്ടിയിട്ടില്ല കേട്ടോ. ഇനി ജൂൺ 15 ആയപ്പോഴാണ് ഈ സമാധാന കരാർ വരുന്നത്. ഈ ക്രോണോളജി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനും അമേരിക്കക്കും കിട്ടിയത് എന്നുള്ളത്. കാരണം ഇവര് ഒരു ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോവുകയും അത് നേടാൻ പറ്റാത്ത രീതിയിൽ കുടുങ്ങിപ്പോവുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. ഇപ്പൊ ഫൈനലി സംഭവിച്ചത് ട്രംപിന്റെ വഴിക്കും പോയിട്ടുണ്ട്, നെതന്യാഹുവിന്റെ വഴിക്കും പോയിട്ടുണ്ട്. നെതന്യാഹുവിന്റെ വഴിക്ക് പോയിട്ടുള്ള നെതന്യാഹു ഇനി അടുത്തത് എന്ത് ചെയ്യും എന്നുള്ളതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്.